തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ കൊല്ലം പന്മന സ്വദേശി മരിച്ചതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും. വേണുവിന് ചികിത്സ നിഷേധിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടികൾ. സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. പ്രതിപക്ഷം ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തും. അതേസമയം ഈ വിഷയത്തിൽ വലിയ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയിരിക്കുകയാണ്. വേണു തറയിലാണ് കിടന്നിരുന്നതെന്നും പ്രാകൃതമായ നിലവാരമാണ് ഇതെന്നും ഹാരിസ് ചിറക്കൽ തുറന്നടിച്ചു. നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രികൾ വേണമെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. നമുക്ക് കൊല്ലം മെഡിക്കൽ കോളേജുണ്ട്, കൊല്ലം ജില്ലാ ആശുപത്രിയുണ്ട്, കരുനാഗപ്പള്ളി ഹോസ്പിറ്റലുണ്ട്. എവിടെയെങ്കിലും പല ആശുപത്രികൾ താണ്ടിയാണ് അദ്ദേഹത്തിന് ഇവിടം വരെ വരേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പം ഈ നാടൊട്ടുക്ക് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ടർഷറി കെയർ, അതായത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലുള്ള ടർഷറി കെയർ സെന്ററുകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുപോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി തന്നെ ആണ് ഇത്തരം ഹോസ്പിറ്റലുകൾ തുടങ്ങേണ്ടത്. അപ്പം മെഡിക്കൽ കോളേജ് തന്നെ വേണമെന്നില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നമുക്ക് മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കും കൂടുതൽ എളുപ്പമുണ്ടായത്. വേണുവിനെ തറയിലാണ് കടത്തിയിരുന്നത്. നമുക്കറിയാം അവിടെ 1-ാം വാർഡ്, 2-ാം വാർഡ്, 28-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ്, ഒരു രോഗത്തിലുള്ള ഒരാളിനെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാൻ പറ്റും? കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നമുക്കറിയാം എപ്പോഴും രോഗികൾക്കൊപ്പം അവിടെ ചികിത്സ തേടി എത്തുന്നവർക്കൊപ്പമാണ് ഡോക്ടർ ഹാരിസ് നിൽക്കാറ്. ഇപ്പോഴും അതുതന്നെയാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത്. അത് തനിക്കെതിരെ എന്തൊക്കെ വന്നാലും അതിൽ ഉറച്ചു നിൽക്കുമെന്ന രീതിയിലാണ് ഇപ്പോഴും പ്രതികരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ വേണുവിന് ചികിത്സ നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആരോഗ്യവകുപ്പും ഡോക്ടർമാരും ഒക്കെ കൈകഴുകുന്ന പശ്ചാത്തലത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലേ? മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നിരുന്ന വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഏത് പ്രാകൃത നടപടിയാണ് ഇത്, വേണുവിനെ നിലത്ത് കിടത്തിയാണ് ചികിത്സിച്ചിരുന്നത്, എങ്ങനെ ഒരു ആധുനിക സമൂഹത്തിൽ ഇങ്ങനെ ചികിത്സ നൽകാനാവും, ഇതൊരു പ്രാകൃത സംസ്കാരത്തിന്റെ പ്രതീകമാണ് എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല. ഇത് താൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഉള്ള വിഷയം തന്നെയാണ്. നാടെങ്ങും മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമില്ല, അവിടെയൊക്കെ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ കൂടെ ഒരുക്കണം. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്തതാണ് വലിയ തരത്തിൽ പ്രതിസന്ധിക്ക് വഴിവെക്കുന്നത്. അത് താൻ നേരത്തെയും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആണ് എന്നുകൂടിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു വെച്ചത്. അതായത് വലിയ തരത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അവിടെ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല. നേരത്തെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തിയായിരുന്നു വേണു. അത്തരത്തിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് ചികിത്സ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ മരണം സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് അതൊരു ചികിത്സാ പിഴവായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന കാർഡിയോളജി വിഭാഗം മേധാവി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. അതിനു പിന്നാലെയാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശരിടാ.